ക്രിക്ക് ടോക്സ് വിത്ത് നമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്നലെയും CSK പൊട്ടി. ഇപ്പൊ അവർക്ക് കൂടുതൽ ആശങ്കയുണ്ട്. അവരുടെ സൂപ്പർ താരം സാക്ഷാൽ MSD എന്ന് കളിക്കുമെന്ന കാര്യത്തിൽ. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സൂചന അത്ര നല്ല സൂചനയല്ല വരുന്നത്. കാരണം ഫ്ലമ്മിങ് ഇന്നലെ പറയുന്ന കാഴ്ച കണ്ടില്ലേ? അദ്ദേഹം എന്താണ് പറഞ്ഞത്? ധോണീസ് റിട്ടേൺ ഫ്രം കാഫ് ഇഞ്ചുറി ഡിലേഡ് ബൈ സെറ്റ് ബാക്ക് എന്നിട്ടാണ് അവർ ഇന്നലെ ഫ്ലമ്മിങ് ഇന്നലെ പറയുന്നത്. നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിയാൽ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ MS ധോണി, ഫോർമർ ക്യാപ്റ്റൻ MS ധോണി പ്രീ സീസണിലൊക്കെ അദ്ദേഹം സ്വന്തമായിട്ട് ശരിക്കും ട്രെയിനിങ്ങിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാഫ് ഇഞ്ചറി നല്ല രീതിയിൽ അനുഭവപ്പെട്ടത് തുടർന്ന് അദ്ദേഹത്തിന് അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോ ധോണി വിചാരിച്ചത് തുടക്കത്തിലെ 2 ആഴ്ച മാത്രമേ ഹോൾഡ് ഔട്ട് ആവുന്ന വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല സംഭവങ്ങൾ നടന്നത്. ഇപ്പൊ കോച്ച് പറയുന്നു, ഇപ്പൊ കാഫ് ഇഞ്ചുറി വളരെ വലിയ പ്രയാസമാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ടഫ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോ അദ്ദേഹം പറയുന്നത് GTക്കെതിരെ ഇന്നലെ CSK 8 വിക്കറ്റ് പോയതിനു ശേഷമാണ് അദ്ദേഹം ഇന്നലെ പറയുന്നത്. ഇപ്പോ കൂടുതൽ സ്ട്രെയിൻ കൊടുത്താൽ നമുക്കൊരു പക്ഷേ MSD ഈ സീസൺ മൊത്തത്തിൽ നഷ്ടപ്പെട്ടും അത് പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി റെസ്റ്റ് ഓനതിന് കൊടുക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് സ്റ്റീഫൻ ഫ്ലെമിംഗ്. പിന്നെ പറയുന്ന ഒരു കാര്യം, വാം ഗെയിമിലൊക്കെ അദ്ദേഹത്തിന് ഇറങ്ങണമെന്ന്, പക്ഷേ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അദ്ദേഹത്തിന് റെസ്റ്റ് തന്നെയാണ്. പിന്നെ മാർച്ച് മാസം മുതൽ തന്നെ അദ്ദേഹം നമ്മുടെ ടീമിന്റെ കൂടെയുണ്ട്. നിങ്ങൾ നെറ്റ്സിലും അതായത് സോഷ്യൽ മീഡിയയിലും മറ്റു വിഷ്വൽസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോ വലിയ രീതിയിലൊന്നും ഇഞ്ചുറിയുമായി ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇന്ന് തിരിച്ചുവരുന്നതായിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. കാരണം 8 കളിയിൽ വെയിറ്റ് ആൻഡ് സീ എന്നാണ് ഇപ്പോ CSKയുടെ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറയുന്നത്. പിന്നീടൊരു കാര്യം, ഇപ്പൊ നമുക്കറിയാമല്ലോ, രുദ്രാജ് ഗെയ്ക്വാദ് ഒരു 4 ദിവസം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രെഡ്സിലും എക്സിലൊക്കെ വ്യാപകമായിട്ട് പറയുന്ന ഒരു പോസ്റ്റാണത്. അതിൽ പറഞ്ഞത് വി ആർ പ്ലേയിങ് പ്രാക്ടീസ് മാച്ച്, അതായത് ധോണി അന്നേരം പ്രാക്ടീസ് മാച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തിനൊന്നും അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ട് റൺ ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഏതായാലും CSK ആരാധകർക്ക് ഇപ്പൊ അത്ര നല്ല ഇതല്ല, ശുഭവാർത്തയല്ല ഇത്. അങ്ങനെ ഇപ്പൊ MSD ഇനിയിപ്പോ എന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഉറപ്പുമില്ല. അവരുടെ അടുത്ത മത്സരം മുംബൈക്കെതിരാണ് May 2, അതും ചെപ്പോക്കിലാണ്. ഇപ്പൊ 6ാം സ്ഥാനത്താണ് ടേബിളിലുള്ളത്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.